2014 ലോക്സഭ മുതൽ ബി.ജെ.പിക്ക് അടിക്കടി വിജയങ്ങൾ സമ്മാനിച്ച നേതാവാണ് അമിത്ഷാ. സാധാരണ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്താറില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ചില തന്ത്രങ്ങൾ മാധ്യമങ്ങൾ നൽകാറുണ്ട്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. തന്ത്രങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുക തന്നെയാണ് അമിത്ഷാ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്, അതായത് ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അമിത്ഷായോട് മാധ്യമപ്രവർത്തകർ, ടൈംസ് നൗവിന്റെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എത്ര സീറ്റ് നേടും, നിങ്ങൾ അധികാരം പിടിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അമിത്ഷാ നൽകിയ ഉത്തരം 160 സീറ്റുകൾ എൻ.ഡി.എ നേടും, ഞങ്ങൾ അധികാരം പിടിക്കും. അന്ന് ഈ വോട്ടെണ്ണുന്ന ദിനം ഒരു പുതിയ ദീപാവലി ആയിരിക്കും. അന്ന് ഇവിടുത്തെ ഇപ്പോൾ ഉള്ള ഈ രാഷ്ട്രീയ മേളാന്മാർ തകർന്നടിയുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെച്ചു. അതായത് 160 സീറ്റ് പറഞ്ഞെടുത്ത് അത് 202 ഉയരുക മാത്രമാണ് ചെയ്തത്. ബി.ജെ.പി 89 സീറ്റും JDU 85 സീറ്റും നേടി. ബി.ജെ.പിയുടെ അഥവാ എൻ.ഡി.എയുടെ സ്ട്രൈക്ക് റേറ്റ് 90% എത്തുകയും ചെയ്തു. ഇതൊക്കെ എങ്ങനെ സാധ്യമായി എന്നതിലേക്കാണ് ഇപ്പോൾ ഇത് ചുരുളഴിയുന്നത്. അദ്ദേഹത്തിന് എങ്ങനെ ഇത്ര കൃത്യമായി തന്നെ പറയാൻ കഴിഞ്ഞു? ഇതിനുള്ള കാര്യങ്ങൾ എന്താണ്? നമ്മൾ കേട്ടതാണ്. ബീഹാറിൽ ഏറ്റവും വലിയ വിമതന്മാർ ബി.ജെ.പിയെ തോൽപ്പിക്കാൻ പാർട്ടിക്കുള്ളിൽ തന്നെ കാത്തിരുന്നു. അവരെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്തു? അദ്ദേഹം ബീഹാറിൽ കേവലം 46 ദിവസമാണ് ചെലവഴിച്ചത്. 46 ദിവസം ബീഹാറിൽ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചു. ആ 46 ദിവസം അദ്ദേഹത്തിന് ഈ വിജയത്തിന് വേണ്ടി ചെയ്യേണ്ടി വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അമിത്ഷായ്ക്കായിരുന്നു ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ മൈക്രോ മാനേജ്മെന്റിന്റെയും ബൂത്ത് തലത്തിന്റെയും ചുക്കാൻ പിടിച്ചത് അമിത്ഷായായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ്. നമുക്കറിയാം, ഹരിയാനയിലും മഹാരാഷ്ട്രയിലുമാണ് ഇതിനു മുമ്പ് അമിത്ഷാ നേരിട്ട് അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത 2 തെരഞ്ഞെടുപ്പുകൾ. ദില്ലിയിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ചുമതലകളല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ തന്നെ വീണ്ടും ബി.ജെ.പി കളത്തിലിറക്കുകയും അദ്ദേഹം ഇതിന്റെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. മൈക്രോ മാനേജ്മെന്റ് ബൂത്ത് തലത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ അമിത്ഷാ ഏകോപിപ്പിച്ചു, അതിന്റെ ചുക്കാൻ പിടിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഇലക്ഷന് 5 മാസം മുമ്പ് തന്നെ ഇതിന്റെ തയ്യാറെടുപ്പുകൾ മറ്റും നടത്തിയിരുന്നു. അതിനുശേഷം അമിത്ഷാ പ്രവർത്തകരെ കണ്ട് അവരിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയായിരുന്നു. 35 റാലികളിലാണ് അമിത്ഷാ പങ്കെടുത്തത്. അതിലൊന്ന് റോഡ് ഷോ ആണ്. അങ്ങനെ 36 പൊതുപരിപാടികൾ, ടോട്ടൽ 46 പരിപാടികൾ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ആദ്യം അദ്ദേഹം ചെയ്തത് ബൂത്ത് തലത്തിൽ ശക്തമായ ഇടപെടലുകളാണ് നടത്തിയത്. അതിൽ തന്നെ ബൂത്ത് ഏകീകരണ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നു. കർശനമായി തന്നെ അച്ചടക്കം ബൂത്ത് തലത്തിൽ തന്നെ കർശനമായി നടപ്പാക്കി. പാർട്ടി വിമതരെ ഒതുക്കുന്ന ആ ഒരു തന്ത്രമാണ് പിന്നീട് കണ്ടത്. 100-ലധികം ബി.ജെ.പിയുടെ നേതാക്കളാണ് പല മണ്ഡലങ്ങളിലും ബി.ജെ.പിക്കെതിരെ സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ രംഗത്തുണ്ടായിരുന്നത്. 3 ദിവസമാണ് ഇവരെ ഒന്ന് ഒതുക്കാനായി അമിത്ഷാ പട്നയിൽ തങ്ങിയത്. ഈ 3 ദിവസം കൊണ്ട് അവരെ ഓരോരുത്തരെയും വിളിച്ച് സെപ്പറേറ്റ് വ്യക്തിപരമായി തന്നെ ഓരോരുത്തരെയും കാണുകയും അവരുടെ കാര്യങ്ങൾ വിശദമായി തന്നെ കേൾക്കുകയും അദ്ദേഹം ചെയ്തു. പിന്നീട് നമ്മൾ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, ഇവർ വിമതരായി മത്സരിക്കാനിരുന്ന എല്ലാ മണ്ഡലങ്ങളും ബി.ജെ.പി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറി എന്നുള്ളതാണ്. മറുഭാഗത്ത് RJDയും കോൺഗ്രസും വിമതന്മാരെ കൊണ്ട് പൊറുതിമുട്ടുകയും തമ്മിത്തല്ലുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ബി.ജെ.പിക്കുള്ളിലും ഇതേ വിഷയം തന്നെ ഉണ്ടായിരുന്നു. അതിനെ അമിത്ഷാ 3 ദിവസം കൊണ്ട് കൈകാര്യം ചെയ്തത് ഇങ്ങനെയാണ്. അതിനുശേഷം അദ്ദേഹം ചെയ്തത് പിന്നോക്ക വിഭാഗങ്ങൾ, വളരെ പിന്നോക്കം നിൽക്കുന്ന EBC എന്ന് പറയുന്ന വിഭാഗത്തെ കൂടുതൽ അവരിലൊക്കെ മീറ്റിങ്ങുകളും മറ്റും നടത്തുകയും അവരെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്തു. ഇതുമൂലം മഹാദളിത് പാസ്വാൻ വിഭാഗങ്ങളെ വോട്ട് ഏകീകരിക്കാൻ കഴിഞ്ഞു. ഇത് ബി.ജെ.പിക്ക് മാത്രമല്ല, ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് അടക്കം അത് ഗുണം ചെയ്യുകയും ചെയ്തു. ഒപ്പം തന്നെ കൊയേരി കുർമി വോട്ടർമാരെ എൻ.ഡി.എക്ക് കീഴിൽ അണിനിരത്തി ബി.ജെ.പിക്കും JDUവിനും ഇത് ഒരുപാട് വോട്ടുകൾ നേടിക്കൊടുത്തു. ഉയർന്ന ജാതിക്കാർക്കിടയിലും മീറ്റിംഗ് നടത്തി അവരുടെ വിശ്വാസം ഉറപ്പിച്ചു. ഇതിനൊക്കെ ഉപരിയായി മുസ്ലിം സ്ത്രീകൾക്കിടയിലേക്ക് ബി.ജെ.പി വലിയ രീതിയിലുള്ള പ്രചരണം അഴിച്ചുവിട്ടു. ഇതെല്ലാം അമിത്ഷായുടെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ചിട്ടയായ പ്രവർത്തനത്തിൽ കൂടെയാണ് സ്ത്രീകൾക്ക്, അതായത് മുസ്ലിം സ്ത്രീകൾക്കും മറ്റു സ്ത്രീകൾക്കും ഇടയിലേക്ക് ക്ഷേമാധിഷ്ഠിതമായ ഒരു സുരക്ഷയുള്ള സംവിധാനം എന്ന മെസ്സേജ് അവർക്ക് എത്തിക്കുന്നതിൽ ബി.ജെ.പി വിജയിച്ചു. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ പരമ്പരാഗതമായ അടിത്തറ ഇളക്കിയത് ഈ മുസ്ലിം വോട്ടുകളാണ്. ഒപ്പം തന്നെ യാദവ് വോട്ടുകൾ, അവരെ എങ്ങനെയാണ് ഇതിൽ തകർത്തതെന്നാണ് അമിത്ഷാ ഇപ്പോൾ പറഞ്ഞു വന്നത്. ഏതൊക്കെ രീതിയിലായിരുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ വിശദീകരിച്ചത്. മറ്റൊന്ന്, ഈ പാർട്ടി പ്രവർത്തകരിൽ ഒരു വിഭാഗത്തെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തി. ഒപ്പം തന്നെ സംസ്ഥാനത്തെ ക്രമസമാധാന നില വളരെ സ്ട്രിക്റ്റാക്കി. വ്യവസായം, വെള്ളപ്പൊക്ക നിയന്ത്രണ സംവിധാനം, വിമാനത്താവളങ്ങൾ, മെഡിക്കൽ കോളേജ് ഒക്കെ ബീഹാറിലുണ്ടായ വികസനങ്ങൾ, ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ കൃത്യമായി തന്നെ എത്തിച്ചു. ഒപ്പം തന്നെ ജംഗിൾ രാജിനും രാജവംശം, അതായത് കോൺഗ്രസിന്റെ രാജവംശ പരമ്പരയ്ക്കുമെതിരെയുള്ള ഒരു ശക്തമായ പ്രചരണം നടത്തി. ഇവരുടെ ഭരണകാലത്ത്, അതായത് ലാലുവിന്റെ ഭരണകാലത്ത് തൊഴിൽ അഴിമതി ചർച്ചയാക്കി മാറ്റി. തൊഴിലാളികളുമായി ചേർന്നുകൊണ്ട്, ഈ പ്രത്യേകിച്ച് മഹിളകളുമായി ചേർന്നുകൊണ്ട് ഒരു ട്രിപ്പിൾ M ഫോർമുല, ട്രിപ്പിൾ M എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹിളാ മോദി മന്ദിർ എന്നുള്ളതാണ് ട്രിപ്പിൾ M.
ആ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. കാരണം സ്ത്രീകൾക്ക് വലിയ മുൻഗണന നൽകിക്കൊണ്ട് നമ്മൾ കണ്ടതാണ് 10,000 രൂപ സ്ത്രീകൾക്ക് സ്വയം തൊഴിലിന് വേണ്ടിയിട്ടൊക്കെ നൽകുന്ന ഒരു കാഴ്ചയുമൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ 46 ദിവസം BJPയുടെ ചാണക്യൻ ബീഹാറിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, വിശദീകരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി കാരണം അദ്ദേഹം ഇതുവരെ നിയന്ത്രണം ഇല്ലെങ്കിൽ ഇദ്ദേഹം ഇതുവരെ നയിച്ച തെരഞ്ഞെടുപ്പുകൾ ഒന്നും തന്നെ പരാജയപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം UP-യിൽ ലോക്സഭയുടെ ആ ചുമതലയേറ്റ് പ്രവർത്തിച്ച സമയത്താണ് 73 സീറ്റാണ് BJPക്ക് ലഭിച്ചത്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന വീണ്ടും അദ്ദേഹം മാൻ ഓഫ് ദ മൊമെന്റായി മാറുകയാണ്. അതായത് ഹരിയാനയ്ക്കും മഹാരാഷ്ട്രയ്ക്കും ഒക്കെ ശേഷം BJPയുടെ ഒരു ചാണക്യൻ അദ്ദേഹം വീണ്ടും സജീവമായി എത്തുന്നു ബീഹാർ. ഒരുപക്ഷെ ഇനി വരും തെരഞ്ഞെടുപ്പുകളിൽ ഏതൊക്കെ സംസ്ഥാനത്താകും അദ്ദേഹം ഇങ്ങനെ പറന്നിറങ്ങുക എന്നുള്ളത് നമ്മളിനി കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും 100 വിമതരെയും മറ്റുമൊക്കെ 3 ദിവസത്തിനുള്ളിൽ അവരെ കേട്ടും അവരെ മനസ്സിലാക്കിയും അവരെ പറഞ്ഞു മനസ്സിലാക്കിയും ഒക്കെ ആ തോറ്റുപോകാമായിരുന്ന മണ്ഡലങ്ങളിൽ എങ്ങനെ ജയിച്ചത് എന്ന് അമിത്ഷാ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.